നമ്മളെ അബ്ബാസ് തന്ത്രപോയി അടിക്കണ്ടേ അടിക്കണ്ടേ അബ്ബാസാ എടാ ഇതിപ്പോ എടാ എടാ നിങ്ങക്ക് ഷെയർ വേണ്ടേ അനക്ക് വേണോ അനക്ക് വേണോ എടാ ഓക്കെ ഓക്കെ എടാ കെവിനെ നിനക്ക് നോ പാർട്ടിസിപ്പേഷൻ നിനക്കില്ല അല്ലെങ്കിൽ സീറോ പാർട്ടിസിപ്പേഷൻ പേടിച്ചടിക്കണോ പേടിച്ചടിക്കണോ എടാ നിങ്ങൾ ഒരു അന്യന് ചേട്ടനല്ലേ അതെ നിങ്ങൾ ഏതോട്ടിലും ഈ വണ്ടിയില് നിങ്ങളെ കൂട്ടാനേ ചമ്മന്തിയാ സ്പീഡ് വണ്ടി എടുത്താലോ നമുക്ക് സ്പീഡ് വണ്ടി എടുക്കുന്ന ചമ്മന്തിയാ സ്പീഡ് വണ്ടി എടുത്താലോ നമുക്ക് സ്പീഡ് വണ്ടി എടുക്കുന്ന പൊട്ടി പൊട്ടി മാറിന്നോടാ നല്ല രീതിക്ക് ആണാ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ നീ ആരാ പറടാ പറടാ ഞാനൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ ചന്ദ്രനാന്ന്. എല്ലാരും ഇരിക്കേ ഓടുന്നറാ വണ്ടി പോയപ്പോ നമുക്ക് ഇരിക്ക എല്ലാരും ഇരിക്കി ചെയ്തു വന്ന് എല്ലാരും ഇരുന്നോ നമ്മളെ കൂട്ടെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ നിങ്ങൾ ഇങ്ങനെ പോന്നേ എടാ സാക്കേ ഞാൻ നീ എന്താ പരിപാടി ഞാൻ എന്തായാലും പരിപാടി സെറ്റ് ചെയ്തിട്ട് വിളിക്കാം എന്തായാലും ഉണ്ടാവട്ടെ ഞാനേ ഞാൻ പറയട്ടെ കുറച്ച് ഓക്കെ ഓക്കെ ക്യാപ്സിലൊക്കെ ആണ് റേഡിയോ അല്ലേ റേഡിയോ വർക്ക് ഹലോ ഇപ്പൊ കേക്കാമോ? ഹലോ ശരി അളി എന്തിനു ചെവിയിലിരിക്കുന്നേ ചെവിയിൽ പഴം കേറേ മൂന്നര കയറാൻ പറ്റുന്നത് എന്റെ മെക്ലാരൻ ഉണ്ടല്ലോ ഉണ്ടല്ലോ മെക്ലാർ ഇതിന്റെ പോലീസ് ഉണ്ട് നമ്മള് ത്രിബിൾസ് ആണ് ഫൈൻ അടക്കല്ലേ നിങ്ങളാണ് ഇപ്പൊ DS അടിച്ചത്? നമ്മളെ കൂടെ വന്ന കുറച്ച് തരാം പക്ഷെ നമ്മള് കണ്ടോണ്ടിരുന്നത്. പക്ഷെ ഈ നമ്മുടെ വണ്ടി എന്തിനാ വെടിവെച്ച് പൊട്ടിച്ചേ? അതൊന്നും പറഞ്ഞു. അതാണ് ബ്രോ സാർ നമ്മള് കണ്ട ഒരു പൊട്ടിച്ചത് ഈ ബാക്കിലിരിക്കുന്ന പയ്യനാണ് ഇവ ചുമൽ ഡ്രസ് ഇട്ടവൻ. സാറേ 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 ചന്ദ്ര എന്തിനാ പൊട്ടിച്ചേ? ഇതൊക്കെ തോന്നിവാസമല്ലേ സാർ? ഇതൊക്കെ തോന്നിവാസം. പേര് ചന്ദ്രബോസ് ഇല്ലം TV. അതല്ല എന്തിനാ പൊട്ടിച്ചെന്ന് ചോദിച്ചു. പേര് അഡ്രസ് അല്ലേ ചോദിച്ചത്. സാറേ നിന്ന് ഒരു കൈ അതായത് ഓയിൽ ലീക്കായി പെട്രോള് ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി നമ്മുടെ നാടിന് ആപത്താണോ അല്ലയോ? അതാപത്താ. നാടിന് ആപത്തല്ല, ആ ഏരിയക്ക് ചിലപ്പോ ഏരിയക്ക് ആപത്താണല്ലേ. ഇവിടെ കുറെ കുഞ്ഞു പിള്ളേര് സാറേ, കുഞ്ഞു പിള്ളേര് ഇവിടെ കുറെ കുഞ്ഞു പിള്ളേരുടെ ബസ് കയറാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പത്തേക്കും ഞാൻ പോയി എന്ത് ചെയ്ത് ഈ വണ്ടിനെ അങ്ങോട്ട് സ്കൂൾ ബസ് പാലട്ട സ്കൂളിൽ പഠിക്കുന്ന പിള്ളേര് ബസ് കയറാൻ വേണ്ടിട്ട് ജംഗ്ഷൻ. അതായത് ഇവിടെ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഇവിടെ ഇൻഡസ്ട്രിയൽ ഏരിയ, ഇവിടെ വീടൊന്നും സാറേ അപ്പുറത്ത് അയ്യത്തുള്ള കുറച്ച് പിള്ളേരാ. അതെ മെയിൻ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് സാറേ അപ്പത്തേക്കും അവർക്ക് ആപത്തായിട്ട് ആ വണ്ടി ഇപ്പൊ പൊട്ടിത്തെറിക്ക് പറഞ്ഞ് നിൽക്കായിരുന്നു. അപ്പത്തേക്കും ഞാൻ അങ്ങോട്ട് വണ്ടി മാറ്റിയിട്ടപ്പോഴത്തേക്ക് പെട്രോള് തീർന്ന് എവിടെന്നോ സ്പാർക്ക് അടിച്ച് പൊട്ടിത്തെറി സാറേ. സൈഡിൽ നിന്ന് ഒരാളെ സീറ്റിലിരിക്കുന്നുണ്ടായിരുന്നേ, പുള്ളിയുടെ ഈ വണ്ടി പൊട്ടിത്തെറിപ്പിക്കാൻ കാരണക്കായത് നിങ്ങളാണോ? അല്ല സാറേ സിഗരറ്റ് വിളിച്ച പയ്യനാണ് സാറേ. സാറേ ആ സിഗരറ്റ് വലിച്ച ആളായ കൂടി നമ്മുടെ ഒരു അതൊരു നല്ല കാര്യമില്ല സാറേ. എന്തായാലും പൊട്ടിത്തെറിച്ച് കുട്ടികൾക്ക് ഒരു അബദ്ധം പറ്റില്ലേ നിങ്ങളങ്ങനെ.
നിങ്ങൾ ഭയങ്കര അല്ലാണ്ട് ഫയർ ചെയ്തിട്ടല്ല നിങ്ങള്. അല്ല സാറേ ഭയങ്കര സാറേ നിങ്ങൾ ഭയങ്കര വെൽത്തി ആയിട്ടുള്ള പീടില്ല സാറേ, നിങ്ങൾക്ക് ഒത്തിരി വണ്ടി കിട്ടില്ല സാറേ, ഈ ചെറിയ കേസിന്റെ ഒക്കെ നിങ്ങൾ അല്ല ചോദിച്ചതാ, കാരണം ഇപ്പോ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടിയൊക്കെ വെടിവെച്ച് പൊട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ നമ്മൾ വെടിവെച്ച് പൊട്ടിക്കട്ടെ. സത്യമില്ലേ, ഇന്ന് വണ്ടി വെടിവെച്ച് പൊട്ടിച്ചാ നാളെ സാറിന് വെടിവെക്കൂലേ? എന്താ സാറേ കേട്ടില്ല അതല്ല ഇപ്പൊ നാളെ മുതൽ ഇങ്ങനെ റോബറിക്കൊക്കെ വരാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വണ്ടി വെടിവെച്ച് പൊട്ടിക്കാനാണെങ്കിൽ അതേപോലെ തന്നെ നമുക്കും വെടിവെച്ച് പൊട്ടിക്കാൻ പറ്റുമോ ചോദിച്ചതാ സാറേ. ഞാനൊരു കള്ളനല്ല സാറേ, ഞാൻ റോബറിക്ക് ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും എന്റെ ഏതെങ്കിലും ഒരു അവസ്ഥ ഞാൻ റോബറി വരുവാണെങ്കിൽ സാറേ എന്റെ വണ്ടി അടിച്ച് പൊട്ടിച്ചോ സാറിന് 100% പെർമിഷൻ ഞാൻ തരും. സാറേ നമ്മളൊക്കെ കള്ളന്മാരാണ് സാറേ, പക്ഷെ നമ്മളിങ്ങനെ സത്യസന്ധത നടക്കാത്തൊന്നും ചെയ്യത്തില്ല സാറേ. അതെ 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 അത് തന്നെ. നമ്മള് കള്ളന്മാരാണ്. ആക്ച്വലി നമുക്ക് തന്നില്ലെങ്കിലും നമ്മൾ അത്ര നീറ്റ് ആയിട്ടാണ് നമ്മളെ സൂര്യ അച്ഛൻ വളർത്തിയത്. അതെ. അതെന്തെങ്കിലും ആവട്ടെ, ഇപ്പൊ ഡ്രഗ് കേസിന് വന്നിട്ട് സാറേ അങ്ങനെ നമ്മളത് അറിയാതെ പോലും പറയരുത് കേട്ടോ. സാറേ ഉള്ളത് സാറേ ഞാനായിരുന്നു ആ സിഗരറ്റ് വലിച്ച ആള് സാറേ. സാറേ അറിയാണ്ട് സിഗരറ്റ് സാറേ, പെട്ടെന്ന് അറിയാണ്ട് സിഗരറ്റ് ഞാൻ ഇങ്ങനെ ഒരു അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് സാറേ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കത്തിച്ചിട്ട് കയ്യുന്നത് ഇപ്പൊ കത്തി ഇതിങ്ങനെ കയ്യുന്നത് ഇങ്ങനെ അങ്ങ് വീണ്, അപ്പത്തേക്കാണ് സംഭവിച്ചത്. പക്ഷെ സാറേ പേടിക്കണം, എനിക്കൊന്നും പറ്റിയില്ല. കുട്ടികൾ സേഫാണ്, എനിക്കൊന്നും പറ്റിയില്ല സാറേ. അത് എനിക്കാണ് അപ്പുറത്ത് മറ്റേ എടാ രംഗന്റെ മക്കളല്ലേ? രംഗന്റെ മോൻ നെല്ലിക്ക. രംഗന് ഇവിടെ മക്കളൊന്നും ഇല്ലല്ലോ. നെല്ലിക്ക, റോക്കി ബായ്, പിന്നെന്താ പവൻകുമാർ, സിജോ, ജിൻഡോ, ഗബ്രി, അങ്ങനത്തെ പിള്ളേര്. പിന്നെ ഒരു മോളും ഉണ്ട്, ജാസ്മിൻ. കൊള്ളാം. അവരാണ് ഇവരുടെ പിള്ളേര്, നമുക്ക് അറിയാവുന്നവരാണ്. ഇവിടെ ഇടയ്ക്ക് ജെസിബി തുമ്പിക്ക് വാങ്ങി വരുമ്പോഴത്തേക്ക് കാണുന്നുണ്ട്. നിങ്ങളെ കൂടെ ഉള്ളവരല്ലേ ഡ്രഗ് കേസ് അടിക്കാൻ, അപ്പൊ അവരോട് പറഞ്ഞേക്ക് വൺസ് സ്ട്രൈക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്ക്. അതൊരു ചുരുട്ട് വയ്യതാ അവര്. ഇല്ല സാറേ അതില്ല സാറേ, ഇനി ഉണ്ടാവും നോക്കാം. പറയാൻ വന്നതോ കള്ളന്മാരാണ് ഇവിടെ ഫുള്ള്. ഇറങ്ങി വണ്ടി ഇറങ്ങി. പിള്ളേരെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാരാണ് പീറ്റർ മാക്സ്. കറക്റ്റ് ആയിരുന്നു കേട്ടോ. വലിയ ഉണ്ട്. BM R1200 3 സീറ്റർ. ഈ ലീനും കൂടി അടി. ഹലോ ഹലോ ആരാ അവളെ ഒരു പയ്യനാ. എന്തൊരു ബന്ധം, എന്തൊരു കെവിന് എന്തൊരു നല്ല റെസ്പോണ്ട് കണ്ടാ ഇപ്പൊ കൊണ്ടുപോകും. അളിയാ കിട്ടിയ വല്ലതും ഷെയർ ചെയ്യുന്നില്ല. കുണ്ടി കൊടുക്കാറുണ്ട് കെവിന്റെ കുണ്ടി വന്നേ. കുണ്ടി അടി എന്ത് കിട്ടി അവിടെ പോയിട്ട് DH അടിച്ചിട്ട് അവിടെ കിട്ടിയല്ല നിനക്ക് തരട്ടാ. എന്തെങ്കിലും തന്നൊക്കെള്ളായിരുന്നു. ഒന്നിറങ്ങിയാണ്. അല്ലെങ്കിൽ അളിന് ഇങ്ങനെ തരും എന്തെങ്കിലും. അവിടെ നിന്നൊരു വെടി കിട്ടി. അവനും തൂക്കി വണ്ടി കിട്ടില്ലേ? വേറൊന്നും കിട്ടിയില്ല. ഇല്ല അവനടുത്ത് വണ്ടി കേട്ടാ കെവിനെ. എനിക്ക് ഇവന്റെ കുണ്ടി കാരണം വണ്ടി റോഡ് കാണാൻ പറ്റുന്നില്ല.